ഹലോ ഹായ് നമസ്കാരം. മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും വീണ്ടും പറയുകയാണ്, ദിസ് ഇസ് നോട്ട് യുവർ യൂഷ്വൽ ടെക് റിവ്യൂ ചാനൽ. ഒരുപാട് പ്രോഡക്റ്റ്സ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറഞ്ഞ് സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു തന്നിട്ട് ഓടിപ്പോയി വാങ്ങിച്ചോ എന്ന് പറയുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമല്ല. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ റിവ്യൂ പറയുക, അതുപോലെ പ്രോഡക്ട്സ് റിവ്യൂ ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്ന പരിപാടിയില്ല. പക്ഷേ ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്ട്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, പിന്നെ ചില പ്രോഡക്ട്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് വരുമ്പോഴേ മുമ്പ് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചില അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, ആ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ആപ്പിൾ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ചില പ്രോഡക്ട്സിനെ കുറിച്ചാണ്. അതിൽ ഓരോന്നിൻ്റെയും സ്പെസിഫിക്കേഷൻസ് എണ്ണിപ്പെറുക്കി ഒരുപാട് യൂട്യൂബ് ചാനലുകളിലുണ്ടാവും, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതിന് പകരം ഈ സ്പെസിഫിക്കേഷൻസ് പറയാന്നുള്ളതിന് പകരം അത് എത്രത്തോളം റിയൽ യൂസ് സെനാരിയോയിലേക്ക് വരുമ്പോൾ ഉപകാരപ്പെടും, ആർക്കൊക്കെ ഉള്ളതായിരിക്കും എന്ന് പറയുന്ന ഒരു അഭിപ്രായ പ്രകടനമാണിത്. ഞാൻ ഏറ്റവും കൂടുതൽ ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് റേഞ്ചിൽ ഇപ്പോൾ വരാൻ പോകുന്ന പ്രോഡക്ട്സിൽ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരുന്നത് ആപ്പിൾ മാക്ബുക്ക് നിയോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയിരുന്നു. ഞാൻ അതിൻ്റെ ഏറ്റവും കൂടുതൽ റിവ്യൂസ് നോക്കിയിട്ടുള്ളതും അതിൻ്റെ തന്നെയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആപ്പിൾ എന്ന് പറയുന്നത് ഒരു പ്രീമിയം പ്രോഡക്റ്റാണ്. ആപ്പിളിൻ്റെ ഫോണാണെങ്കിലും അവരുടെ സിസ്റ്റം ആണെങ്കിലും അവരുടെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും എല്ലാം ഒരു പ്രീമിയം സെഗ്മെൻറ്റിലാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനൊരു പ്രൈസ് ഉണ്ടാവും. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആപ്പിളിൻ്റെ ഏറ്റവും ക്വാളിറ്റി പ്രോഡക്ട്സ് എന്ന് പറയാൻ, അല്ലെങ്കിൽ കൊടുക്കുന്ന കാശിന് വർത്ത് ആയിട്ടുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അവരുടെ ഐഫോണും മാക്ബുക്കുമാണ്. ബാക്കി ഐപാഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് നിൽക്കുന്ന ഒരു സെഗ്മെൻറ്റ് ആക്ച്വലി എനിക്കത് ഡയറക്റ്റ്ലി ഒരുപാട് ഉപകാരം വരുന്ന ഒന്നല്ല. ഐഫോൺ 11, 12, 13 Pro, 14, 15 പ്ലസ് അവിടം വരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സാംസങ്ങിലേക്ക് സ്വിച്ച് ചെയ്തു. ഞാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റം മാക്ബുക്ക് പ്രോ M3 Pro വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൽ വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത് ആപ്പിളിൻ്റെ മാക്ബുക്ക് തന്നെയാണ്. നിങ്ങളൊരു പ്രോ യൂസർ ആണെങ്കിൽ, എന്ന് വെച്ചാൽ ഗെയിം കളിക്കൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വലിയ സൈസിലുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യുക, ഞാൻ മിനിമം 4K ആണ് ഷൂട്ട് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ലോങ് ഫയൽസ് വരും, അതായത് ഒരു 1.5 മണിക്കൂറൊക്കെ 4K ഫയൽ ഞാൻ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തെടുക്കുന്ന ആളാണ്. പിന്നെ എൻ്റെ വെബ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 10-16 ടാബെങ്കിലും മിനിമം ഓപ്പൺ ചെയ്തിടും ക്രോമിലൊക്കെ. ഞാൻ വിൻഡോസൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് പ്രീമിയർ പ്രോപ്പറായിട്ട് റൺ ചെയ്യുക. അസ്യൂസിൻ്റെ ഒരു ലാസ്റ്റ് വാങ്ങിച്ച ലാപ്ടോപ്പ് വിവോ ബുക്ക് സീരീസ്, അതിൽ പ്രീമിയർ അതിൻ്റെ എക്സ്പോർട്ടിംഗ് ടൈമൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലുണ്ടായിരുന്നത് RTX 3050 അങ്ങനെ എന്തോ ആയിരുന്നു ഗ്രാഫിക്സ് കാർഡ്. പക്ഷേ പ്ലഗ് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, കറണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രാഫിക്സ് കാർഡിൻ്റെ മൊത്തം പവറും കട്ട് ഓഫ് ആയിട്ട് കറണ്ട് ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ ലാപ്ടോപ്പായിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഗ്രാഫിക്സ് കാർഡിൻ്റെ പെർഫോമൻസ് കിട്ടില്ല. അപ്പം റെൻഡറിങ് ടൈമൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ട് വരും. എന്നാൽ അതേസമയം മാക്ബുക്കിൻ്റെ പ്രത്യേകത, ഇത് നിങ്ങൾ പ്ലഗ് ചെയ്തിട്ട് ഉപയോഗിച്ചാലും പ്ലഗ് ഇല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഫുൾ പെർഫോമൻസും കിട്ടും എന്നുള്ളതാണ്. പ്ലഗ് ചെയ്യാതെ ഉപയോഗിക്കുമ്പോൾ പോലും ഞാൻ ഇത്രയും ദൈർഘ്യമുള്ള 4K ഫയൽസൊക്കെ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ പോലും മാക്കിൽ പിന്നെ ഒരുപാട് ബാറ്ററി ചാർജ് നിൽക്കും. വിൻഡോസ് ലാപ്ടോപ്പുകളിലൊന്നും അധികം ബാറ്ററി ചാർജ് നിൽക്കില്ല. അവരുടെ M സീരീസ് പ്രോസസ്സർ വന്നതിന് ശേഷം കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ മാക്ബുക്ക് പ്രോ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിൽ ഫാൻ ഉള്ളതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് കൂടിയിട്ട് പെർഫോമൻസ് ത്രോട്ടിൽ ചെയ്യുന്ന പോലത്തെ ഇഷ്യൂസ് ഇല്ല. അപ്പോൾ എനിക്കൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് മാക്ബുക്ക് പ്രോ നമ്മൾ വാങ്ങുകയാണെങ്കിൽ. നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ, അതുപോലെ ഒരുപാട് റിവ്യൂസിൽ കണ്ടിട്ടുള്ളത് കോഡിങ് ഒരുപാട് ചെയ്യുന്ന ആളുകൾ, ഒത്തിരി റോ ഇമേജസ് ഒരുമിച്ച് കളർ ചെയ്ത് ലൈറ്റ് റൂമിൽ വലിയ ബാച്ചസ് ആയിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ആളുകൾ, ആനിമേഷൻ ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് മാക്ബുക്ക് പ്രോ എന്ന് പറയുന്നത് അതിനൊരു പ്രീമിയം പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്രയും പെർഫോമൻസ് ആവശ്യമാണ്. ഈ പ്രീമിയം സെഗ്മെൻറ്റിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ്. അതായത് വളരെ ഈസിയാണ്. നമുക്കൊരു ടാസ്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് പ്രീ ഇൻസ്റ്റോൾഡ് വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ചുമ്മാ ഒരു മ്യൂസിക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ ഗാരേജ് ബാൻഡ് ഉണ്ട്, പിന്നെ ഫോട്ടോസും വീഡിയോസും എഡിറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം സാധനങ്ങളൊക്കെ, അതായത് ഒരു ബേസിക് ലെവലിൽ നിന്ന് ചെയ്യാനുള്ള എല്ലാം തന്നെ മാക്ബുക്കിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. നമുക്കതിൽ ഒരു പ്രോ വേർഷൻസ് വേണമെങ്കിൽ മാത്രമാണ് നമ്മൾ പൈസ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യേണ്ടി വരിക. ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെയും ആപ്സിലേക്കുള്ള ആ ട്രാൻസിഷൻ പരിപാടികൾ, മൾട്ടി ടാസ്കിങ്, ഇതെല്ലാം എനിക്ക് ഗംഭീരമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന വേരിയൻറ്റ് 18GB RAM 512GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ആണ്. അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട്, ഞാൻ ഈ പറയുന്ന പോലെ ഒരു 10, 16 അതിൽ കൂടുതലൊക്കെ ടാബുകൾ ക്രോമിൽ ഓപ്പൺ ചെയ്തിട്ടിട്ടാണ് പാരലലി ഞാൻ പ്രീമിയറിൽ എഡിറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഫോട്ടോഷോപ്പ് ഞാൻ ക്ലോസ് ചെയ്യാറില്ല. ചിലപ്പം അഡോബ് ഓഡിഷൻ ഓപ്പൺ ആയിട്ടുണ്ടാകും. അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോഴും എനിക്ക് ഈ നിമിഷം വരെയും യാതൊരു ലാഗോ ഒരു തവണ പോലും ഇത് സ്റ്റക്കാവുന്ന അനുഭവമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ആപ്പിളിൻ്റെ ഒരു പ്രോഡക്റ്റിന് ഞാനിത് വാങ്ങുമ്പോൾ 1,75,000 രൂപയാണ്. അത്രയും പൈസ കൊടുത്ത് ഞാനിത് വാങ്ങിയിട്ട്
എനിക്കെൻ്റെ സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റുന്നു, ഒരുപാട് ഫാസ്റ്റായിട്ട് എൻ്റെ പണികൾ നടക്കുന്നു എന്നുള്ളതല്ലാതെ എനിക്കിതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സിനിമ കാണാനാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ സൗണ്ടിങ് വളരെ ഗംഭീരമാണ്. നമ്മളൊരു സാധാരണ ലാപ്ടോപ്പിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ എത്രയോ മികച്ച ഒരു ബേസ് എലമെൻ്റൊക്കെ നമുക്ക് കിട്ടുന്ന പോലെ ഗംഭീര സൗണ്ടിങ് ആണ്. മൈക്ക് ക്വാളിറ്റി അടിപൊളിയാണ്. ഒരു വീഡിയോ കോളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് എനിക്ക് വീഡിയോ കോൾ ചെയ്യാം. ഇതിൻ്റെ ക്യാമറ അടിപൊളിയാണ്, മൈക്ക് അടിപൊളിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ കൊടുത്തിട്ടുള്ള പൈസയ്ക്ക് എനിക്ക് വളരെയധികം മൂല്യം തന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ആപ്പിളിൻ്റെ മാക്ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ മാക്ബുക്ക് സീരീസിൽ വളരെ കുറഞ്ഞ പൈസയ്ക്ക് ഒരു ഡിവൈസ് വരുന്നു എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും, അത് എത്രത്തോളം പെർഫോമൻസ് ഉണ്ടാവും എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടല്ലോ. അങ്ങനെയാണ് മാക്ബുക്ക് നിയോയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്. നിങ്ങൾ മാക്ബുക്ക് നിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഈ ഒരുപാട് സ്പെസിഫിക്കേഷനിലൊക്കെ പോകുന്നതിനേക്കാൾ കൂടുതൽ ഫസ്റ്റ് അതിൽ മാക് OS നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വിൻഡോസ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്ക് ആദ്യത്തെ കുറച്ച് നാൾ മാക്സിമം പോയി ഒരു 2 ആഴ്ചയൊക്കെ, അത് കഴിയുമ്പോഴേക്കും നമ്മൾ മാക് OSുമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ജെല്ലാവും. ഒരുപാട് ഷോർട്ട് കട്ട്സും പരിപാടികളും ഒക്കെയുള്ള വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്ക് മാക് OS ഫീൽ ചെയ്തിട്ടുള്ളത്. അവരുടെ തന്നെ കംപ്ലീറ്റ് ഹാർഡ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് ഈ സാധനം വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി ബാക്കപ്പും നല്ല പെർഫോമൻസും നമുക്ക് ഉറപ്പ് തരാൻ പറ്റുന്നു എന്ന് പറയുന്നത് മാക് OSൻ്റെ ഒരു പ്രത്യേകതയാണ്. അവരൊരിക്കലും അവരുടെ പ്രോഡക്റ്റിൽ ആ ക്വാളിറ്റിയിൽ ഒരു മോശം എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്യില്ല. മാത്രമല്ല ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഒരു പാക്കായിട്ട് അവർ ഫൈനൽ കട്ട് പ്രോയും അതുപോലെ മറ്റ് ചില പ്രോ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഐപാഡിൽ വരെ അവൈലബിൾ ആണ്. അങ്ങനെ നോക്കുമ്പോൾ സെയിം ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇതിലും വർക്ക് ആവേണ്ടതാണ്, നിയോയിലും വർക്ക് ആവേണ്ടതാണ്. അത്യാവശ്യം ഒരു പ്രോ സെറ്റപ്പാണ്. പക്ഷേ പ്രോ സെറ്റപ്പ് എന്ന് പറയുമ്പോഴും നിങ്ങളൊരു പ്രോ പെർഫോമൻസ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇതിൻ്റെ ചിപ്സെറ്റ് വരുന്നത് A18 Pro ചിപ്സെറ്റാണ്. അതായത് iPhone 16 Proയിൽ വന്നിട്ടുള്ള ചിപ്സെറ്റ്. M സീരീസ് പ്രോസസ്സർ അല്ല. ആപ്പിളിൻ്റെ ഏറ്റവും പവർഫുൾ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് M സീരീസിലാണ്. M1 മുതൽ ഇങ്ങോട്ടേക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനവും അതുപോലെ തന്നെ ബാറ്ററി എഫിഷ്യൻസി ഒക്കെ തന്നിട്ടുള്ള ഗംഭീര ചിപ്സെറ്റാണ്. പക്ഷേ ആ ചിപ്സെറ്റ് ഇതിൽ വരുന്നില്ല. A18 Pro ആണ് വരുന്നത്. ഒരു മൊബൈൽ ഫോണിൻ്റെ പ്രോസസ്സർ ആണല്ലോ എന്ന് കരുതിയിട്ട് അതിനെ കുറച്ച് കാണേണ്ടതില്ലെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ iPhone 12 യൂസ് ചെയ്ത സമയത്ത് 4K 60 FPS ഏതാണ്ട് 1 അവറോളം ഷൂട്ട് ചെയ്ത് ഞാൻ അതിനകത്ത് ലൂമ ഫ്യൂഷനിലിട്ട് അത് എഡിറ്റ് ചെയ്തു. അതായത് iPhone 12 എന്ന് പറയുന്ന ഫോണിൽ ഫുള്ള് ഷൂട്ട് ചെയ്ത് അതിൽ തന്നെ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്തു. അത്രയും പവർ കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സറാണ്. ഒട്ടും കൊള്ളില്ലാത്ത പവർ കുറവുള്ള ഒരു പ്രോസസ്സറല്ല ആപ്പിൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒരു M സീരീസ് പ്രോസസ്സറിൻ്റെ ആ ഒരു പെർഫോമൻസ് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഇത്രയും കുറഞ്ഞ പ്രൈസിന് ഇത് ഇറക്കില്ലല്ലോ. പിന്നെ ആപ്പിളിൻ്റെ തന്നെ ഫോൺസിലെ പ്രീവിയസ് ഇയർ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റാണ്. ഒരിക്കലും പുറകിലല്ലാത്തൊരു ചിപ്സെറ്റ്. പക്ഷേ M സീരീസിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് വരില്ലായിരിക്കും. അവരുടെ പരസ്യത്തിൽ പോലും അവർ കാണിക്കുന്നത് ഈ കാഷ്വൽ ആയിട്ടുള്ള പുതിയ ഹോബീസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ്. ഈ ആപ്പിൾ മാക്ബുക്ക് നിയോയുടെ പരസ്യത്തിൽ ഇത് വാങ്ങുന്നവർക്ക് കാഷ്വൽ ഹോബീസ് ആവാമെന്ന് വെച്ചാൽ കാഷ്വൽ ഗെയിമിങ്ങേ അവർ അതിനകത്ത് പറയുന്നുള്ളൂ. ഒരു ഹെവി ഗെയിമറായിട്ട് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്ബുക്ക് നിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. പിന്നെ ഗെയിമിങ്ങിനോട് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ 69,000 രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മാക്ബുക്ക് നിയോയിലേക്ക് പോകും എന്നും എനിക്ക് തോന്നുന്നില്ല. ഹെവി ടാസ്കുകളൊന്നും അല്ലെങ്കിൽ പോലും മറ്റ് പല ലാപ്ടോപ്പുകളിലും ഒരുപക്ഷെ ഹെവിയായി ഫീൽ ചെയ്യുന്ന ടാസ്കുകൾ വരെ മാക്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് റൺ ആവാറുണ്ട്. ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തെ കീബോർഡും ട്രാക്ക് പാഡും. കീബോർഡ് ബാക്ക്ലിറ്റ് അല്ല എന്ന് പറയുന്നത് അതൊരു കുറവായിട്ട് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന മാക്ബുക്ക് പ്രോ അതിൻ്റെ ബാക്ക്ലിറ്റ് കീബോർഡാണ്. നമ്മുടെ കീബോർഡിൻ്റെ അടിയിൽ നിന്ന് ലൈറ്റ് വരും. അങ്ങനെ ലൈറ്റ് വരുമ്പോൾ എന്ന് വെച്ചാൽ ലോ ലൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഞാനിപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ബാക്കി ആർക്കും ശല്യം ഉണ്ടാവാത്ത രീതിയിൽ ഏറ്റവും മുകളിൽ എപ്പോഴും ഞാൻ അപ്പർ ബർത്ത് മാത്രമേ എടുക്കുള്ളൂ. അത് പണ്ടേ ഉള്ള ശീലമാണ്. കയറിയും കിടന്ന് ഉറങ്ങാമല്ലോ, ആരുടെയും ശല്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കയറിയിരിക്കുന്ന സമയത്ത് നമുക്ക് കീബോർഡ് കാണണമെങ്കിൽ മറ്റ് ലാപ്ടോപ്സ് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ബാക്ക്ലിറ്റ് കീബോർഡ് അല്ലാത്ത ലാപ്ടോപ്സ് യൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ മോണിറ്ററിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടി വെക്കണം, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ലൈറ്റ് സോഴ്സ് തന്നെ വേണം. പക്ഷേ ഇവിടെ ഈ ബാക്ക്ലിറ്റ് ഇത്രയും എന്ന് വെച്ചാൽ കീബോർഡ് വളരെ വിസിബിളാണ്, നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു രീതിയിലാണ്. അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ശല്യമാവാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് മാക്ബുക്ക് നിയോയിൽ വരുന്നില്ല. പിന്നെ ഒരു 512 GB വേരിയൻ്റ് എടുത്താൽ മാത്രമേ 256 ആണ് അതിൻ്റെ ബേസ് വേരിയൻറ്റ് വരുന്നത്. 512 GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള വേരിയൻ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുള്ളൂ. അതൊരു നല്ല ഫീച്ചറാണ്, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പക്ഷേ അതിന് നമ്മൾ ഒരു 10,000 രൂപയോളം കൂടുതൽ കൊടുക്കണം. ട്രാക്ക് പാഡും അത്ര മോശമല്ലാത്ത ട്രാക്ക് പാഡായിട്ടാണ് മൊത്തം റിവ്യൂസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വിൻഡോസിൽ നിന്ന് മാക്കിലേക്ക് വരുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു ഘടകം ഇതിൻ്റെ ഈ ട്രാക്ക് പാഡ് യൂസേജ് ആണ്. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഒരു എക്സ്റ്റേണൽ മൗസ് വാങ്ങിക്കണമല്ലോ, അപ്പോൾ ആപ്പിൾ സപ്പോർട്ട് ചെയ്യുന്നൊരു മൗസ് വാങ്ങിക്കണം. കാര്യം ഞാൻ വിൻഡോസാണ് യൂസ് ചെയ്തത്. പ്രീമിയറിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും മൗസ് ഒരുപാട് ആവശ്യമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിടാ നീ മാക്ക് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ മൗസ് എന്ന് പറയുന്ന ഒരു സങ്കല്പമേ നിനക്ക് ഉണ്ടാവില്ല എന്ന്. സത്യമാണ്. ഞാൻ ഈ
സിസ്റ്റത്തിൻ്റെ കൂടെ 2 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു. മൗസിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും പരസ്യം കാണുമ്പോൾ കാണാൻ നല്ല ലുക്കുള്ള മൗസ് കാണുമ്പോൾ നോക്കുമെന്നല്ലാതെ എനിക്ക് മൗസിൻ്റെ ആവശ്യമില്ല. അത്രയും നമ്മുടെ വർക്കിനെ ഈസി ആക്കുന്ന രീതിയിലാണ് ഈ OS അവർ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ട്രാക്ക് പാഡും കീബോർഡും നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു വലിയ പോസിറ്റീവ് ഘടകമാണ്. അപ്പോൾ പോലും ഒരു മാക്ബുക്ക് ലെവൽ സംഭവം അല്ല അതിനകത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് 16 മണിക്കൂറാണ് അവരിതിൻ്റെ ബാറ്ററി ബാക്കപ്പ് പറയുന്നത്. മാക്ബുക്ക് നിയോയ്ക്ക് തൊട്ട് മുകളിലുള്ളത് ഏറ്റവും പുതിയ മാക്ബുക്ക് എയർ ആണ്. M5 ചിപ്സെറ്റ് വെച്ച് വരുന്ന മാക്ബുക്ക് എയർ. അതിന് ഏകദേശം 1,19,000 എന്തോ ആണ് അതിൻ്റെ വെബ്സൈറ്റിൽ, ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ അവർ ടാഗ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിൽ ചെറിയ ഡിസ്കൗണ്ടുകൾ ഉണ്ടാവും. എങ്കിൽ പോലും ഏതാണ്ട് ഇരട്ടി പൈസയുടെ മുകളിൽ നിൽക്കുന്ന മാക്ബുക്ക് എയറുമായിട്ട് ഏതാണ്ട് 2 മണിക്കൂറിൻ്റെ ഡിഫറൻസ് മാത്രമേ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനുള്ളൂ. മാക്ബുക്കിൻ്റെ ബാറ്ററി ബാക്കപ്പ് M സീരീസ് വന്നതിന് ശേഷം വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ഇതിൻ്റെ ബാറ്ററിയെക്കുറിച്ച് ഒരിക്കൽ പോലും ടെൻഷൻ അടിച്ചിട്ടില്ല. ഇത് മിക്കവാറും സമയത്ത് കുത്തിയിടുമായിരിക്കും. ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ബാറ്ററി എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നോക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അത്രയും നല്ല ബാറ്ററി ബാക്കപ്പ് തരുന്ന, ഇത്രയും ഹെവി ടാസ്ക് റൺ ചെയ്യുന്ന സമയത്ത് നല്ല ബാറ്ററി ബാക്കപ്പ് തരുന്ന, ഹീറ്റ് ആവുന്നതുകൊണ്ടുള്ള പെർഫോമൻസ് ഡ്രോപ്പും ഇല്ല. മാക്ബുക്ക് നിയോയിലേക്ക് വരുമ്പോഴും അവർ ഓഫർ ചെയ്യുന്നത് ഏതാണ്ട് സിമിലർ ബാറ്ററി ബാക്കപ്പാണ്. അതുകൊണ്ട് അതൊരു വലിയ അട്രാക്ഷൻ തന്നെയാണ്. ഈ മാക്ബുക്ക് നിയോ അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതും ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിലും കൂടുതലും സജസ്റ്റ് ചെയ്യുക പഠിക്കുന്ന ആളുകൾക്കായിരിക്കും. സ്കൂൾ കുട്ടികൾ, ഒരു ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ കുട്ടികൾക്കായിരിക്കും. അവർക്ക് വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിലും ഇനിയിപ്പോൾ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിലും വളരെ ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകാവുന്ന അങ്ങനെ ഒരു ബാറ്ററി ബാക്കപ്പ് ഉള്ള ഡിവൈസാണത്. പിന്നത്തെ ഒരു വലിയ അട്രാക്ഷൻ ഇതിൻ്റെ പ്രൈസ് ടാഗാണ്. 69,000 രൂപയ്ക്കാണ് ഇത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 GB റാമും 256 ബേസ് സ്റ്റോറേജും വെച്ചിട്ടാണ് ഈ വേരിയൻറ്റ് വരുന്നത്. A18 Pro ചിപ്സെറ്റാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുള്ള, അതായത് ആപ്പിളിൻ്റെ സെക്യൂരിറ്റി ഓഫർ ചെയ്യുന്ന കീബോർഡ് വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ 512 GB സ്റ്റോറേജ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മളൊരു 10,000 രൂപയും കൂടി കൊടുത്ത് നമുക്ക് അടുത്ത സ്റ്റോറേജ് ഓപ്ഷൻ, അതായത് 512 GB ഓപ്ഷൻ വാങ്ങിക്കാം. പക്ഷേ അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാർഗറ്റ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെയാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നൊരു ഉദ്ദേശം നിങ്ങൾക്കുണ്ട്, അതിനുവേണ്ടിയാണ് ഇത് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റുഡൻറ്റ് ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. 512 GB സ്റ്റോറേജിന് 69,000 വരുന്നത്. അതായത് ബേസ് വേരിയൻറ്റിൻ്റെ പൈസയ്ക്ക് നമുക്ക് 512 GB വേരിയൻറ്റ് എടുക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. ആപ്പിളിൻ്റെ ഈ സ്റ്റോറേജ് ഓപ്ഷനുകളിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് 256 ബേസ് വേരിയൻറ്റ് കൊടുക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ മടങ്ങ് ഫാസ്റ്റ് ആയിരിക്കും 512 GB സ്റ്റോറേജ്. അതായത് അതിൻ്റെ SSD സ്പീഡിൽ വേരിയേഷൻസ് വരാറുണ്ട്. അപ്പോൾ 512 GB സ്റ്റോറേജ് എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് ID കാർഡ് വെച്ചിട്ട് 59,000 രൂപയ്ക്ക് നിങ്ങൾക്ക് മാക് OS ഉള്ള ലാപ്ടോപ്പ്, മാക്ബുക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു പ്രോ യൂസർ ആണെങ്കിൽ, കണ്ടൻറ് ക്രിയേറ്ററൊക്കെയാണ്, അത്യാവശ്യം നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് എപ്പോഴും വേണം എന്നാണെങ്കിൽ മാക്ബുക്ക് എയറിൽ നിന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. 69,000 രൂപ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് അധ്വാനിച്ചൊരു 40 രൂപയും കൂടി അറേഞ്ച് ചെയ്ത് ഒരു മാക്ബുക്ക് എയർ M5 സീരീസിലുള്ള മാക്ബുക്ക് എയറിലേക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ്, ഒരു കണ്ടൻറ് ക്രിയേറ്ററിൻ്റെ ബേസിക് നീഡ്സിന് അത് തന്നെ ധാരാളമാണ്. ഇനി അതല്ല, കുറച്ചും കൂടി ഒരു പ്രോ ഗ്രേഡ് ഒരു യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ മാക്ബുക്ക് പ്രോയിലേക്ക് പോകുന്നതാണ് നല്ലത്. ഫാൻ, ഞാൻ ആദ്യം ഇതെടുക്കുന്ന സമയത്ത് ഫാൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇത്രയും വലിയ ഫയൽ സൈസ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് എന്തായാലും ഫാൻ വേണമെന്നുള്ളത് അവരെല്ലാവരും പറഞ്ഞു. എനിക്കതിൻ്റെ യൂസ് മനസ്സിലാവുന്നുണ്ട്. കറക്റ്റ് ഒരു സമയം കഴിയുമ്പോഴേക്കും ഫാൻ കിക്കിൻ ആവുന്നുണ്ട്. അങ്ങനെ കൂളാവുന്നത് കൊണ്ട് എനിക്ക് പെർഫോമൻസിൽ കിട്ടുന്ന ഒരു സസ്റ്റൈനബിൾ കാര്യമുണ്ട്. സോ ആദ്യം നിങ്ങളുടെ യൂസ് എന്താണെന്നറിയാം. ഒരു മാക്ബുക്ക് പ്രോയുടെ പെർഫോമൻസ് പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ മാക്ബുക്ക് എയറിൻ്റെങ്കിലും പെർഫോമൻസ് പ്രതീക്ഷിച്ചിട്ട് മാക്ബുക്ക് നിയോ എടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കില്ല. പ്രത്യേകിച്ച് അതിൻ്റെ സ്ക്രീൻ സൈസും വളരെ ചെറുതാണ്. ഇനി പഠനാവശ്യങ്ങൾക്ക് വേണ്ടി യൂട്യൂബും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, അതുപോലെ നോട്ട്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടൻറ് ക്രിയേഷൻ സ്റ്റൈലിന് കുറച്ചുകൂടി പോർട്ടബിൾ ആയിട്ടുള്ളൊരു മെക്കാനിസമാണ് വേണ്ടതെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ iPad Air എടുത്തു കഴിഞ്ഞാലും നഷ്ടം വരില്ല. ഏതാണ്ട് ഇതേ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് iPad Air സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ നിങ്ങൾക്ക് M4 ചിപ്സെറ്റ് വരുന്നുണ്ട്. ചിപ്സെറ്റ് വളരെ പെർഫോമൻസ് ഹൈ ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരിക. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ കീബോർഡും ട്രാക്ക് പാഡും ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു പ്രോസസ്സിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ iPadൽ ഫൈനൽ കട്ട് പ്രോ അടക്കം അത്യാവശ്യം പ്രോ ആപ്പുകളൊക്കെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹെവി ടാസ്കുകൾ റൺ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒന്ന് തന്നെയാണ് iPad എന്ന് പറയുന്നത്. പിന്നെ iPhone 17 ഒക്കെ ഇറക്കിയിട്ടുണ്ട്. എനിക്കതൊന്നും കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അവിടുന്ന് ഒരു 10-20 രൂപ കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് iPhone 17 തന്നെ വാങ്ങിക്കാൻ പറ്റും. ഈ പുറത്ത് $100 എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇത്രയും ഡിഫറൻസ് വരുന്നതുകൊണ്ട് എനിക്ക് iPhone 17 ഈ ഒരു നല്ല ഓപ്ഷനായിട്ട് തോന്നുന്നില്ല. കാരണം അത് എടുക്കാനുള്ള ബഡ്ജറ്റ് നമ്മൾ സംഘടിപ്പിച്ച് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 10 രൂപ 15 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 17 എടുക്കാം. അല്ലെങ്കിൽ യൂസ്ഡ് ഫോൺ വാങ്ങിക്കാം. ഞാൻ എപ്പോഴും പറയാം, നമ്മളൊരു ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ
ഫസ്റ്റ് ഓഫ് ഓൾ പ്രീമിയം പ്രോഡക്ട്സിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നോക്കുക. ഇനി അത് വാങ്ങിയേ തീരൂ, വലിയ ആഗ്രഹമൊക്കെ ആണെങ്കിൽ വലിയ കാലപ്പഴക്കമൊന്നും ഇല്ലാതെ വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാതെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങിക്കാൻ പറ്റും. ആപ്പിൾ പോലെയുള്ള പ്രോഡക്ട്സിൻ്റെയൊക്കെ യൂസ്ഡ് പ്രോഡക്ട്സ് 1 ഇയറിനുള്ളിൽ നിൽക്കുന്നത്, വാറണ്ടി പീരീഡിൽ വരുന്നത്, നമുക്ക് വലിയ തട്ടുകേടൊന്നും വരില്ല. ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടുള്ളതാണ്, ഫ്രഷും യൂസ് ചെയ്തിട്ടുണ്ട്, യൂസ്ഡും യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റാവുന്ന അടുത്തുനിന്ന് വാങ്ങിക്കണം. OLX പോയി നമ്മൾ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ പണിയിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഷോപ്സിൽ നിന്ന് വാങ്ങിക്കുക. ഐപാഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ അത് തന്നെയായിരിക്കും സജസ്റ്റ് ചെയ്യുക, നമ്മൾ ഇത്രയും വലിയൊരു ബഡ്ജറ്റിലേക്ക് പോകുമ്പോൾ. പിന്നെ ഇവരെന്തിനാണ് ഈ മാക്ബുക്ക് നിയോ ഇപ്പോൾ ഇറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം വളരെ സിമ്പിളാണ്. ഈ മാക്കിൻ്റെ എക്കോസിസ്റ്റത്തിലേക്ക്, ആപ്പിളിൻ്റെ എക്കോസിസ്റ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ അവർ തന്നെ പരസ്യം ചെയ്യുന്നത് ഈ മാക്ബുക്ക് നിയോ ഐഫോണുമായിട്ട് വളരെ കോമ്പാറ്റബിൾ ആണ്, നിങ്ങൾക്ക് മാജിക് പോലെയൊക്കെ യൂസ് ചെയ്യുക. അതായത് ആ പരസ്യം തന്നെ ഞാൻ കാണുമ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്ത പരസ്യം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവർ ടാർഗറ്റ് ചെയ്യുന്നതും സ്റ്റുഡൻസിനെ തന്നെയാണ്. നിങ്ങളുടെ ഐഫോണുമായിട്ട് വളരെ സിങ്ക് ചെയ്ത് ഉപയോഗിക്കാവുന്ന, ഐഫോൺ കയ്യിലില്ലെങ്കിലും നിങ്ങൾ ഈ സംഭവത്തിൽ, അതായത് മാക്ബുക്ക് നിയോ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പഠിത്ത പരിപാടികളുടെയൊക്കെ ഇടയിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, ഐഫോൺ മിറർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഈ വന്നിരിക്കുന്നത് എന്ന് പറയുന്നൊരു കാര്യമാണ്. അപ്പം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നെക്സ്റ്റ് ജനറേഷനെ കൂടി ആപ്പിളിൻ്റെ എക്കോസിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നൊരു ഉദ്ദേശമാണ് മാക്ബുക്ക് നിയോയിൽ അവർ പ്രധാനമായും കാണുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ പൈസ കുറച്ചിട്ട് ഏറ്റവും നല്ല പ്രോഡക്റ്റ് കൊടുക്കാനാണെങ്കിൽ അവർ ഒരു M സീരീസിലുള്ള ചിപ്സെറ്റെങ്കിലും ഇതിൽ കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പ്രീവിയസ് ഇയർ നമ്മൾ M സീരീസ് ചിപ്സെറ്റ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് കിട്ടുകയും ചെയ്യും, എന്നാൽ അതേസമയം റേറ്റ് കുറയുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ ഈ M3 Pro മാക്ബുക്ക് പ്രോ പർച്ചേസ് ചെയ്യുമ്പോൾ 175 ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിന് 199 MRP ഉണ്ടായിരുന്നത്. എനിക്കത് ഓഫറിൽ കിട്ടിയതാണ്. 18 GB റാമും 512 GB സ്റ്റോറേജും. പക്ഷേ ഇപ്പോൾ M5 വെച്ച് വരുന്ന ഒരു മാക്ബുക്ക് പ്രോയുടെ ബേസ് വേരിയൻറ്റ് 1 TB SSD ആണ് വരുന്നത്. അതായത് ഇതിൽ ഞാൻ 1 TB SSD കിട്ടണമായിരുന്നെങ്കിൽ പിന്നെ 20,000 രൂപ കൊടുക്കണമായിരുന്നു, റാം കൂട്ടണമെങ്കിൽ വീണ്ടും പൈസ കൊടുക്കണമായിരുന്നു. പക്ഷേ അത്രയൊന്നും ഇല്ലാതെയാണ് ഇപ്രാവശ്യത്തെ മാക്ബുക്ക് പ്രോ M5 സീരീസിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്, 1 TB സ്റ്റോറേജുമായിട്ട് ഏതാണ്ട് സിമിലർ പ്രൈസിൽ. അപ്പോൾ പുതിയ പ്രോഡക്റ്റ് വരുമ്പോൾ പഴയ ചിപ്സെറ്റിന് മറ്റു കാര്യങ്ങൾക്കൊക്കെ വില കുറഞ്ഞ് വരുന്നു എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യവും കൂടി മുന്നിൽ കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ ഇതൊരു മോശം ഓപ്ഷനല്ല. നിങ്ങളുടെ വീട്ടിൽ പഠിക്കുന്നൊരു കുട്ടിയുണ്ട്, നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഐഫോണും ആപ്പിളിൻ്റെ ഒരു എക്കോസിസ്റ്റത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ വളരെ ഫാസ്റ്റായിട്ടുള്ള അവരുടെ പ്രോസസ്സുകളൊക്കെ നടക്കുന്ന, നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുന്ന ഒരു ബിഗിനർ സ്റ്റേജിലുള്ള ഒരു മാക്ബുക്ക് നിങ്ങളുടെ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം വേണം, അത്യാവശ്യം ഓഫീസ് പ്രസൻറ്റേഷൻസും പരിപാടികളൊക്കെയുള്ള, അല്ലാതെ വലിയ ഹെവി ടാസ്കുകളൊന്നും വരുന്നില്ല എന്നാണെങ്കിൽ ഒരു ആപ്പിൾ പ്രീമിയം പ്രോഡക്റ്റ് എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്ബുക്ക് നിയോ വാങ്ങിക്കാൻ തോന്നുന്നു. അതിനപ്പുറത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ ഒരു പീക്ക് ലെവലിലേക്ക്, അതായത് എന്ത് പ്രോഡക്റ്റാണോ കയ്യിരിക്കുന്നത് അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ ഉപയോഗിക്കാമെന്ന് പറയുന്ന പോലത്തെ ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ടെക് റിവ്യൂ ഒക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്ക് ഇത്രയെങ്കിലും ഒരു പെർഫോമൻസ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുക മാക്ബുക്ക് നിയോ എല്ലാവർക്കുള്ളൊരു ഓപ്ഷനല്ല, അതൊരു വളരെ ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ഓപ്ഷനാണ്. കൊടുക്കുന്ന പൈസയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി പൈസ ഇട്ടിട്ട് M സീരീസ് മാക്ബുക്കിലേക്ക് പോകുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നുകൊണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മറ്റ് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയത്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത്. നിങ്ങൾ ഇപ്രാവശ്യത്തെ ഈ ആപ്പിളിൻ്റെ പുതിയ പ്രോഡക്ട്സിൻ്റെ ലോഞ്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ഉറ്റു നോക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിരാശ തോന്നിയിട്ടുള്ള എന്താണ്, അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് നല്ല നല്ല ചർച്ചകളൊക്കെ ആവാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.